ഇറാനിൽ സ്ത്രീകളുടെ വലിയ ആഘോഷം നടക്കാനുള്ള പ്രിയ. അതെ, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തലയിൽ വീഴുന്ന ബോംബുകളെല്ലാം അവരുടെ ആഘോഷത്തിൻ്റെ പടക്കങ്ങളായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കാണുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അവിടുത്തെ സ്ത്രീകൾ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ്. ആയിരത്തി 1979 അതായത് ഈ ഇസ്ലാമിക ഭരണകൂടം വരാനായിട്ടുള്ള വിപ്ലവം നടക്കുന്നു, ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. ആ സമയത്തിന്, ആ ഭരണമാറ്റത്തിന് മുൻപുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു ഇറാൻ്റേതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇറാനിൽ ആക്രമണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടുത്തെ ജനത ആഘോഷിക്കുന്നത്, അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് എന്നുള്ളത്. അതായത് 1979 ഈ പറയുന്ന ഭരണമാറ്റം വരുന്നതിന് മുൻപ് ഈ നമ്മുടെ റസ പഹ്ലവിയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഷാ മുഹമ്മദ് റസ പഹ്ലവി എന്ന് പറയുന്ന പഹ്ലവി രാജവംശത്തിൻ്റെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭരണം നടക്കുമ്പോൾ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയായിരുന്നു എന്നറിയാമോ? അതീവ സമ്പന്നമായിരുന്നു. ആ സമ്പന്നമായിരുന്നു എന്ന് മാത്രമല്ല, അത് ഒരു ആധുനിക പാശ്ചാത്യ രാജ്യമായിട്ട് മാറാൻ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അത് ഒരിക്കലും ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ, മതഭരണകൂടത്തിൻ്റെ കീഴിലല്ലായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പലപ്പോഴും പലരും പറയാറുണ്ട്, ചില അറബ് രാജ്യങ്ങളിലെ ആൾക്കാരെയൊക്കെ അവനൊക്കെ കാട്ടറബിയാണെന്ന് പറയും. ശരിക്കും ആ പ്രയോഗം ശരിയല്ല, എങ്കിലും പറയട്ടെ, അതുപോലത്തെ ഒരു സംസ്കാരമല്ല, വലിയ സംസ്കാരം. ഈ പറയുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെയും ഒക്കെ അതുപോലുള്ള ഇറാൻ്റെ വലിയ സംസ്കാരത്തിൻ്റെ തുടർച്ച ഈ പറയുന്ന ഇറാനിലുണ്ട്. അവിടുത്തെ ആൾക്കാർ നിസ്സാരമായിട്ട് പെട്ടെന്ന് കുരുത്തു വന്ന ഒരു രാജ്യമല്ല. അവർക്ക് പതിറ്റാണ്ടുകളുടെ, നൂറ്റാണ്ടുകളുടെ, സഹസ്രാബ്ദത്തിൻ്റെ പോലും സാംസ്കാരിക പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഇസ്ലാമിക മതപാരമ്പര്യം മാത്രമല്ല, അവർക്ക് സ്വതവേ ഉണ്ടായിരുന്ന ആ മണ്ണിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവിടെ ഷായുടെ ഭരണകാലത്ത് സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കേണ്ടതില്ലായിരുന്നു, അവർക്ക് യൂണിവേഴ്സിറ്റികൾ പഠിക്കാമായിരുന്നു, അവർക്ക് പൊതുസ്ഥലത്ത് പാശ്ചാത്യ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കാമായിരുന്നു. അതിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും കിട്ടും, ഇപ്പോഴും ഇഷ്ടം പോലെ നിരവധിയായിട്ടുണ്ട്. നമുക്ക് അതും കാണിക്കാം. അടുത്ത് അവിടുത്തെ സുന്ദരികളായ സ്ത്രീകളാണ്, അതീവ സൗന്ദര്യമുള്ള യുവാക്കളും യുവതികളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ മനുഷ്യരെ കാണാൻ അതീവ സൗന്ദര്യമുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവർ ഹിജാബുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സർവകലാശാലകളിൽ പഠനം നടത്താനായിട്ട് യാതൊരു തടസ്സവുമില്ലായിരുന്നു. സ്ത്രീകൾക്ക് തൊഴിലെടുക്കാൻ, ജോലി ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു നാടായിരുന്നു ഇറാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാമാണ് ഇങ്ങനെ മാറ്റം വന്നത്. അവിടെ എണ്ണ ഉൽപ്പാദനം ഉണ്ടായിരുന്നു. ആ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കാലത്ത് തന്നെ വലിയ തോതിൽ സമ്പന്നമായിരുന്നു. ആ സമ്പന്നമായിരുന്നത് കൊണ്ട് തന്നെ ടെഹ്റാൻ എന്ന് പറയുന്ന നഗരം ഏഷ്യയിലെ പാരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത്രയേറെ സമൃദ്ധവും സമ്പന്നവും ആഘോഷപൂർണവും ആധുനികവുമായിരുന്ന ഒരു സമൂഹത്തെയാണ് ഇസ്ലാമിക ഭരണകൂടം വന്നതോടുകൂടി അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്, അവിടുത്തെ സ്ത്രീകളുടെ ഗതികേടിലേക്ക് പോയത്. അറിയാമല്ലോ, സ്ത്രീകൾ അവിടെ ഗതികെട്ട സാംസ്കാരികമായിട്ടും ഉയർന്ന നിലയിലായിരുന്നു. അതെ, അത് മുഴുവനും അടിച്ച് തകർത്ത് കളഞ്ഞു ഈ മതഭരണകൂടം. അവരുടെ കലകളും അതുപോലെയായിരുന്നു. ഇറാന്റെ കലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായ കലകളും നൃത്തവും ഒക്കെ ഉള്ള നാടാണ് എന്നുള്ളതാണ്. നമ്മൾ കാശ്മീരിൻ്റെയൊക്കെ നൃത്തത്തോട് സാമ്യം തോന്നുന്ന ചില നൃത്ത പരിപാടികളൊക്കെ ഇറാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇസ്രയേലും അമേരിക്കയുമായിട്ട് അവർക്ക് നല്ല ബന്ധമായിരുന്നു. അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് അമേരിക്കയുടെ സഹായം കിട്ടിയിരുന്നു എന്നുള്ളത്. അപ്പോൾ 1979 ഈ മതഭരണകൂടം ഒരു തിയോക്രസിയിലേക്ക് ഇറാൻ പോകുന്നത്. അതോടുകൂടി അവിടുത്തെ സ്ത്രീകളുടെ കഷ്ടകാലം തുടങ്ങി. അവർ ശരീഅത്ത് നിയമം കൊണ്ടുവന്നു. ശരീഅത്ത് നിയമത്തിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുസ്ഥലത്ത് ഹിജാബ് ഇല്ലാതെ സ്ത്രീകൾ എത്താൻ പാടില്ല. ഹിജാബ് നിർബന്ധമാക്കി. സംഗീതം നിരോധിച്ചു, നൃത്തം നിരോധിച്ചു, സിനിമ നിരോധിച്ചു, മദ്യം നിരോധിച്ചു. അവിടുത്തെ പ്രസിഡൻറ്റും പാർലമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആയത്തുള്ള പദവിയുള്ള പരമോന്നത നേതാവിനായിരിക്കും അവിടുത്തെ അധികാരം. അയാൾ തീരുമാനിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം. അവിടുത്തെ സ്ത്രീകൾ ഹിജാബ് ധരിച്ചോണം. അവർ പകൽ സമയത്ത് പകൽ സമയത്ത് അല്ലാതെ പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അവരെ നിരീക്ഷിക്കാനായിട്ട് ഈ പറയുന്ന മോറൽ പോലീസും കൂടെ ഉണ്ട്. അതായത് അവിടുത്തെ സദാചാര പോലീസ്, അവിടുത്തെ ഒരു ഗുണ്ടാ പോലീസിനെ ഇവർ നിയമിച്ചിട്ടുമുണ്ട്. അവരാണ് ഈ പറയുന്ന ഹിജാബ് ധരിച്ചില്ലെങ്കിൽ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടു പോകുന്നത് എന്നുള്ളതാണ്. ഈ ഹിജാബിന്റെ കാര്യം പറയുമ്പോഴാണ് മഹസാമിനിയുടെ കഥ അതിഭീകരമായിട്ടുള്ള കഥയാണ്. അതിനു മുൻപ് ഇവരെന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഈ പറയുന്ന ആൾക്കാരുടെ ശീലം എന്ന് പറയുന്നത് പാശ്ചാത്യ ശീലങ്ങളുണ്ടായിരുന്ന മനുഷ്യരാണ്. കാരണം ഒരു പാരീസിന് തുല്യമായി ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ പാശ്ചാത്യ വിഷം ഇല്ലാതാക്കാനായിട്ട്
വെസ്റ്റോഫിക്കേഷൻ ഇല്ലാതാക്കാനായിട്ട്, ഡീടോക്സിക്കേഷൻ നമ്മൾ പറയുമല്ലോ, അതുപോലെ വെസ്റ്റോഫിക്കേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടെ മതഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകൾ, ഇവർക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വിദ്യാലയങ്ങളിലും സിനിമകളിലുമൊക്കെ അവിടുത്തെ ഈ മതഭരണകൂടത്തിൻ്റെ ഇടപെടൽ വന്നപ്പോൾ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ എതിർത്തവരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി ജയിലിലാക്കി നിരവധി ആൾക്കാരെ വധിച്ചു, ആയിരക്കണക്കിന് പേരെ. ഇപ്പം തന്നെ ഏതാണ്ട് 20,000 പേരെ കഴിഞ്ഞ പ്രക്ഷോഭ സമയത്ത് കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എല്ലാ വീട്ടിലും ഒരാൾ മരിച്ചു എന്നാണ്, എല്ലാ വീട്ടിലെയും ഒരു പുതുതലമുറയിൽപ്പെട്ട ഒരാൾ മരിച്ചു. അങ്ങനെ 20,000 ആൾക്കാരെ, 10,000-കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ഖമനിയുടെ ഭരണകൂടം താഴെ വീഴുമ്പോൾ സ്ത്രീകൾ ആഹ്ലാദിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. പ്രജിത നേരത്തെ പറഞ്ഞതുപോലെ മഹ്സ അമിനിയുടെ കഥ എന്ന് പറയുന്നത് അതിദാരുണമാണ്. അവർ ഒരു 22 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവർ പൊതുസ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഹിജാബ് നേരെ ധരിച്ചില്ല, ശരിയായിട്ടല്ല ഹിജാബ് ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ശരിയായിട്ടില്ല എന്ന് പറയുമ്പോഴേ പ്രിയ, ഹിജാബ് ധരിക്കുമ്പോൾ നമ്മൾ പൊതുവിൽ കാണുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലും ഇതൊക്കെ ധരിക്കുന്നവരുണ്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, ഈ തലമുടി ഒന്ന് കണ്ടു എന്നുള്ളത് മാത്രമായിരുന്നു തെറ്റ്. ഹിജാബ് ധരിക്കാത്തത് പോലുമല്ല, ധരിച്ചിട്ട് ശരിയായില്ല, ഒരു നെല്ലിട കണ്ടു, തലമുടി കണ്ടു, അതിനെ കൂടം കൊണ്ട് തലക്കടിച്ചു. ഗസ്റ്റ് ഈ എർഷാദ് എന്ന് പറയുന്ന അവിടുത്തെ മൊറാലിറ്റി പോലീസ്, അവരാണ് ഈ പരിശോധനയൊക്കെ നടത്തുന്നത്. അവർ വന്നിട്ട് ഇവരെ നോക്കിയപ്പോൾ ഇവരെ ശരിയായിട്ട് ധരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോയി. ക്രൂരമായ മർദ്ദനം, ഈ പുരുഷ പോലീസിൻ്റെ മർദ്ദനം മാത്രമാണോ അതോ പീഡനവും ബലാത്സംഗവും ഒക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഏകാധിപത്യ പോലീസാണ്, അവരെന്തും ചെയ്യും. സ്റ്റാലിൻ്റെ പഴയ രഹസ്യ പോലീസ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പോലീസിൻ്റെ ആക്രമണം നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയതോടുകൂടി, ഇത് പുറത്തു വന്നതോടുകൂടി, ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ലോകത്തെ ജനത മുഴുവൻ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. എല്ലാ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം നടന്നു. അവിടെ ടെഹ്റാനിലും നടന്നു. ഇറാനിലാകമാനം സ്ത്രീകൾ പരസ്യമായി തെരുവിലിറങ്ങിയിട്ട് ഹിജാബ് കത്തിക്കാനും മുടി മുറിക്കുകയും ചെയ്തു. അവർ മുടി മുറിച്ചിട്ടുണ്ട്. അങ്ങനെ മുടി മുറിക്കുകയും ഖമനിയുടെ കുറ്റൻ ഫ്ലക്സുകൾ, വലിയ ബോർഡുകളൊക്കെ ഉണ്ട്, ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ മിഡിൽ ഫിംഗർ നടുവിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത സ്ത്രീകളുണ്ട്. എത്രത്തോളം ആത്മരോഷം ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ത്രീ അങ്ങനെ കാണിച്ചിട്ടുണ്ടാവുക. 79 ശേഷം ജനിച്ച ആൾക്കാരാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും ഇറാനിൽ ഉള്ളത് എന്നുള്ളതാണ്. അവർക്ക് ഈ ഭരണത്തിൽ അസംതൃപ്തരാണ്. ഇവിടെ പൂർവ്വകാലത്തിൻ്റെ ചരിത്രം മുഴുവൻ ആ ചിത്രങ്ങളൊക്കെ കാണുകയാണ്. ആ ചിത്രങ്ങളെ കാണുമ്പോഴത്തേക്കും അവർക്ക് രോഷം വരികയാണ് ചെയ്യുന്നത്. 70s ഞങ്ങൾ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ചു, ഇവിടെ ഞങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ വുമൻ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. അവിടുത്തെ ജനങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്, ഞങ്ങൾക്ക് പഴയ ഭരണം തിരിച്ചു വരണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഇവിടെ ദുബായ് നോക്കൂ, നിങ്ങൾ UAE നോക്കൂ, ഖത്തർ നോക്കൂ, അവിടെയൊന്നും നിർബന്ധമൊന്നുമില്ല. ഈ പറയുന്ന ഹിജാബിട്ട് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സൗദി പോലും അവരുടെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഹിജാബിൻ്റെ നിർബന്ധമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം സൽമാൻ രാജാവിൻ്റെ മക്കളൊക്കെ വിദേശത്ത് പോയിട്ട് പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്, ഇതൊക്കെ മാറ്റണമെന്ന് സൽമാൻ രാജാവിനോട് പറയുക. അങ്ങനെ രാജാവ് കാര്യങ്ങളൊക്കെ തിരുത്തുകയാണ്. ലോകം തന്നെയല്ലേ പ്രിയ, ഈ മത നേതാവിന്റെ മക്കൾ എന്താണ് കാണിക്കുന്നത്? അവർ സർവ്വ സൗകര്യത്തിലും അതെ ബിക്കിനിയിട്ട്, എന്നിട്ട് സ്വന്തം രാജ്യത്തെ സ്ത്രീകളെ അടിച്ചമർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രക്ഷോഭം പോലെ എത്ര ക്രൂരമായി അവരെ അടിച്ചമർത്തി, ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ട് അവരെ കൊന്നു തള്ളുകയാണ് ചെയ്തത്. ശരിക്കും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇങ്ങനെ അധപ്പതിക്കുകയാണെങ്കിൽ അവരുടെ അധപ്പതനമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. എന്താണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി ആലോചിച്ചാൽ മതി. ഇവർ അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കും. അവരുടെ സമൂഹം ഒന്നടങ്കം താഴ്ന്നുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കാതെയാണ് ഇവർ. അത് മനസ്സിലാക്കുന്ന അറബ് രാജ്യങ്ങളാണ് ഈ സൗദിയും UAEയും ഖത്തറും കുവൈറ്റും ഒക്കെ. അതുകൊണ്ടാണ് അവർ ലിബറൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. സ്ത്രീകൾ ഉയരായ സമൂഹം ഉയരില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അവർ ഉയർന്നാലല്ലാതെ കുടുംബം ഉയരില്ല. അവർ ഉയർന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം വിവരവും ഇല്ല, ജനിക്കുന്ന കുട്ടികൾക്ക് ബോധവും വിവരവും ഉണ്ടാവും, അവർ മൂഢന്മാരായി തീരും. അതുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് ഈ പറയുന്ന പോലെ നല്ല തൊഴിലെടുക്കാനുള്ള സാഹചര്യവും അവരുടെ കരിയർ വികസിപ്പിക്കാനുമുള്ള അവസരങ്ങളില്ലെങ്കിൽ കുടുംബം ശിഥിലമാകും, കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് ബാധിക്കും. അത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചല്ല സംഭവിക്കുന്നത്. അവരെ അടിമയാക്കി വയ്ക്കുമ്പോൾ എല്ലാ കുടുംബത്തിൻ്റെ കെട്ടുറപ്പുണ്ടാകുന്നത്. അവർക്ക് ബോധവും വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായാലേ, അവർ ഉന്നത പദവികളിലിരുന്നാലേ, അവർക്ക് ഈ പറയുന്ന സ്വാഭിമാനം ഉണ്ടായാലേ കുടുംബം നേരെയാവുള്ളൂ. അത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം അറബ് രാജ്യങ്ങൾ അവരുടെ ശിഥിലീകരണത്തിലേക്കാണ് പോകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മോഡേണിറ്റിയിലേക്ക് ഈ രാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ തിരിച്ച് മതഭരണകൂടത്തിലേക്ക് പോയത്. അതിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പാണ് അവിടുത്തെ സ്ത്രീകൾ നടത്തുന്നത്. ആ വീണ്ടെടുപ്പിൻ്റെ ആഘോഷങ്ങളാണ് ഇറാൻ്റെ തെരുവുകളിൽ നടക്കുന്നത്. എത്രയും വേഗം
ആ നല്ല ഭരണത്തിൻ്റെ കാലം തിരിച്ചു വരട്ടെ, ജനാധിപത്യം തിരിച്ചു വരട്ടെ, സ്വാതന്ത്ര്യം തിരിച്ചു വരട്ടെ, വുമൺ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാകട്ടെ എന്നുള്ളതേ നമുക്കിപ്പോൾ പറയാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിൽ ശരിയായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇന്ത്യ ലൈവിൻ്റെ കരുത്ത്. ആ പിന്തുണ സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. നിങ്ങൾ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിനകത്തേക്ക് പ്രവേശിക്കുക, അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാസമയത്ത് ഞങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ വീഡിയോകൾ ക്ലിക്ക് ചെയ്ത് കാണുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവരുടെ കമൻറ്റുകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിപ്ലൈ ആയിട്ട് നൽകുക. ഇത് ഷെയർ ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.